ബ്രാൻഡ് പെർസോണ എന്താണ്, അതെങ്ങനെ ഡിഫൈൻ ചെയ്യുമെന്നുള്ള ഡീറ്റെയിൽസ് ആണ് നോക്കിയത്. ഈ ലെസണിൽ നമ്മൾ ഓഡിയൻസ് പെർസോണയാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഈ ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് ഐ ഹാവ് ഗോട്ട് എ സ്മോൾ റിക്വസ്റ്റ് ടു യു. പ്ലീസ് ടേക്ക് എ പെൻ ആൻഡ് പേപ്പർ. Before starting this session, you should have a pen and paper or a book with you. You just start listing down the questions, and these questions are going to help you in all the digital marketing art creations. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. ഈ ക്വസ്റ്റ്യനുകളെല്ലാം എഴുതിയെടുത്ത് നിങ്ങൾ ഓരോ ആഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞ ബ്രാൻഡ് പെർസോണയും അതുപോലെ തന്നെ ഓഡിയൻസ് പെർസോണയും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ പ്ലീസ് ടേക്ക് ഇറ്റ് സീരിയസ്. ഇഫ് യു ആർ റെഡി, വി വിൽ സ്റ്റാർട്ട് ദ സെക്ഷൻ. ഓഡിയൻസ് പെർസോണ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഓഡിയൻസിൻ്റെ ഏജ് ഗ്രൂപ്പ്. കൃത്യമായിട്ട് അവരെ കാറ്റഗറൈസ് ചെയ്തൊരു ഡിഫറെൻറ്റ് സ്ലാബ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് യു ഷുഡ് പുട്ട് ദീസ് ക്വസ്റ്റ്യൻസ് ടു യുവർ കസ്റ്റമർ. നിങ്ങളൊരു മാർക്കറ്റിംഗ് ഏജൻസി ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങളൊരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ഈ ആഡ് റൺ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് അവരോട് ചോദിക്കുക. കാരണം ഏതൊരു ആഡും ഫേസ്ബുക്ക് ആഡും റൺ ചെയ്യുന്നത് ബേസിക്കലി ഈ ഒരു ഏജ് ഗ്രൂപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് കുറേ ഒരു കാറ്റഗറി നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളൊരു ഏജൻസി ആയിട്ട് ചെയ്യുകയാണെങ്കിലും. സോ അത് പ്രത്യേകം കാറ്റഗറി ആയിട്ട് മാറ്റുക. സേ ലെസ് ദാൻ 18, 18 to 24, 24 to 30, 30 to 35, 35 to 40, 40 to 50, 50+. ഞാനിങ്ങനെ ഈ ഒരു പ്രത്യേക കാറ്റഗറി തന്നെ ഏജ് ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യാൻ പ്രത്യേക കാരണമുണ്ട്. ലെസ് ദാൻ 18 എന്ന് പറയുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. 18 to 24 എന്നുള്ളതും സേ ഒരു യൂത്ത് ആ കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസ്, ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ആ ലെവലിലുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും വരിക. 24, 30 എന്ന് പറയുന്ന ഫ്രഷേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പല കാറ്റഗറീസിലും നമുക്കിതുപോലെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റണം ഏജ് ഗ്രൂപ്പിനെ. 30 to 35 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേ നമുക്ക് 30 to 35 മീൻസ് ഒരു ജോബിൽ വന്നൊരു മിഡിൽ ഏജിലേക്ക് പോകുന്ന ആളുകളാണ്. അപ്പോൾ ആ രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ഓഡിയൻസിൻ്റെ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് ഫസ്റ്റ് ഡിഫറൻസിയേഷൻ അങ്ങനെയാണ് വരിക. രണ്ടാമത്തത്, ഈ ഓഡിയൻസ് എവിടെ നിന്ന് വരുന്നു എന്ന് കൃത്യമായിട്ട് നമുക്കറിയണം. അവരുടെ ഏരിയ, സിറ്റി, സ്റ്റേറ്റ് ഇങ്ങനെയുള്ള ബേസിസിൽ കൃത്യമായിട്ട് കാറ്റഗറൈസ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ഇൻകം ബ്രാക്കറ്റ്, നമ്മളുടെ ഓഡിയൻസിൻ്റെ ഒരു ഇൻകം ബ്രാക്കറ്റ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. നമ്മൾ കരുതുന്ന ഒരു ഇൻകം ബ്രാക്കറ്റ് അത് എവിടെയാണ് ആവശ്യം വരുന്നത് വെച്ചാൽ, ചിലപ്പോൾ നമ്മളൊരു മാർക്കറ്റ് ചെയ്യുന്ന വെച്ചാൽ കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് എങ്കിൽ നമ്മൾ എല്ലാ ആളുകളെയും കാണിച്ചിട്ട് കാര്യമില്ല. സേ ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പ് ആളുകളെയാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ സേ ഐ ആം ഗോയിങ് ടു സെൽ ഐഫോണിൻ്റെ ഒരു ബ്രാൻഡ് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഐഫോണിൻ്റെ ആക്സസറീസ് ആണ് ഞാൻ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത്. സേ ഐഫോണിൻ്റെ ഹെഡ്സെറ്റ്, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ് എൻ്റെ ഒരു പ്രൊഡക്റ്റ്. ഞാൻ ആ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയൊരു ആഡാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ഹൈ ഇൻകം ഗ്രൂപ്പിനെയോ ടാർഗറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതല്ല എങ്കിൽ നമ്മളുടെ ആഡ് ഡിസ്പ്ലേ ആവും, പക്ഷേ അതിൽ നിന്നൊരു സെയിൽ നമുക്ക് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള സാധ്യത വളരെ കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ലാംഗ്വേജ് ഓഫ് കസ്റ്റമേഴ്സ്. ഇപ്പോൾ ചില ആഡ്സിൻ്റെ ഈവൻ ക്യാപ്ഷനുകൾ പോലും അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നത് പോലും ഈ കസ്റ്റമേഴ്സിൻ്റെ ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ട് ചില കേസിലായിരിക്കും അത് ആവശ്യം വരും. ചിലപ്പോൾ അതിൻ്റെ ലാംഗ്വേജ് ഇറസ്പെക്റ്റീവ് ആയിരിക്കും. ശരി, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ആഡാണ് റൺ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്ത് പർപ്പസിനാണെന്ന് ബേസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ആഡിനും ആവശ്യം വരും. ചില ക്വസ്റ്റ്യൻസ് ചില പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ആഡ് റൺ ചെയ്യുന്നത് ഇറലവൻ്റ് ആയിരിക്കും. റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ എടുക്കുക. ഞാൻ ജനറലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എഴുതുന്നതെന്ന് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ചില കേസിൽ നിങ്ങൾ കരുതുകയാണ് ഇപ്പം നിങ്ങളുടെ ഓഡിയൻസിൻ്റെ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എല്ലാ കേസുകളിലും ആവശ്യം വരില്ല, എല്ലാ പർട്ടിക്കുലർ കേസുകളിലും വേണം. പക്ഷേ ചില പർട്ടിക്കുലർ കേസുകളിൽ നമുക്ക് വരും. ഫോർ എക്സാമ്പിൾ സേ
നിങ്ങൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ്, യു ആർ ഗോയിങ് ടു സെൽ ഔട്ട് പർദാസ് ഇൻ റംസാൻ സീസൺ. പർദ വിൽക്കുന്നവരാണെങ്കിൽ വി വാണ്ട് ടു നോ, അതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്കായിരിക്കും നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ സേ യു ആർ എ ഫ്ലോറിസ്റ്റ്, ഒരു ഫ്ലവർ ഷോപ്പ് നടത്തുകയാണ്, നിങ്ങൾക്ക് ഒരു ഹിന്ദു മാരേജിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് സേ ഗാർലൻഡ്സ് ആൻഡ് ബൊക്കെയാണ് നോക്കുന്നത്. സേ ഇപ്പോൾ റോസ് ഗാർലൻഡ് അല്ലെങ്കിൽ തുളസി ഗാർലൻഡ്, ഇങ്ങനെ തുളസി മല, ഇങ്ങനെയുള്ള ഒരു കാറ്റഗറി ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ആഡ് റൺ ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കമ്മ്യൂണിറ്റി ലെവലിലുള്ള കാറ്റഗറൈസേഷൻ ആവശ്യം വരും. ചില ആളുകൾക്ക് അതിൻ്റെ ആവശ്യമില്ല. സപ്പോസ് ഇപ്പോൾ നിങ്ങളൊരു എൻ്റെ ഒരു കേസ് തന്നെ എടുക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ സംബന്ധിച്ച് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി റിലവൻ്റ് അല്ല. സോ നമ്മളുടെ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇത് ചിലപ്പോൾ റിലവൻ്റ് ആവാം, ചിലപ്പോൾ റിലവൻ്റ് അല്ലാതിരിക്കാം. അതുപോലെ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഡിഫൈൻ ചെയ്യുമെന്ന് കരുതുന്ന ഏറ്റവും ബെസ്റ്റ് കീവേഡ്സ്, അതല്ല എങ്കിൽ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തായിരിക്കും ഏറ്റവും അധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ, ഇത് ഡിഫൈൻ ചെയ്യാൻ സാധിക്കണം. ഫോർ എക്സാമ്പിൾ, അഗെയിൻ മൈ ഓൺ എക്സാമ്പിൾ, രൂപേഷ് ആർ മേനോൻ ഡിജിറ്റൽ മാർക്കറ്റർ എന്നുള്ള അല്ലെങ്കിൽ ലേൺ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു കോഴ്സാണ് ഞാൻ മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന കീവേഡ്സ് അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. R3 ഇൻഫോ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ എൻ്റെ കമ്പനിയുടെ ആഡാണ് ഞാൻ മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ ഇ കൊമേഴ്സ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അത് കുറേ കൂടി ഡീപ്പായിട്ട് പോവുക, ജനറിക് ആയിട്ടുള്ള കീവേഡ്സ് ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപരി കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ല ഒന്നും കൂടി നമുക്ക് കൃത്യമായിട്ട് ആളുകളുടെ എത്താൻ സാധിക്കും. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ ജനറലൈസ് ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു വൈഡ് ഏരിയയാണ്. ഫോർ മൈ പർട്ടിക്കുലർ കോഴ്സ് ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ആണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതിനേക്കാൾ ഉപരി ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആഡ് ജനറേഷൻ എന്ന് കുറച്ചുകൂടി ഡീപ്പ് ലെവലിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടി ഫിൽട്ടർ ചെയ്ത് നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ കിട്ടും. മറ്റൊന്ന് അവരുടെ ജോബ് പ്രൊഫൈൽസ് അല്ലെങ്കിൽ ഡെസിഗ്നേഷൻസ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില കേസുകളിൽ ആവശ്യം ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു ഏജൻസിയാണ്, HR ഏജൻസിയാണ്, റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. ഐ ആം ഗോയിങ് ടു സപ്ലൈ സം എംപ്ലോയീസ്. സോ ഇത് ടാർഗറ്റ് ചെയ്യേണ്ടത് ഐദർ ഒരു മാനേജിങ് പാർട്ണർ അല്ലെ CEO, അതല്ലാന്നുണ്ടെങ്കിൽ HR മാനേജേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇങ്ങനെയുള്ള ആളുകളുടെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ആണ് റൺ ചെയ്യേണ്ടത്. സോ അങ്ങനത്തെ കേസുകളിലാണ് നമുക്ക് ഡെസിഗ്നേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഓട്ടോമാറ്റിക് അറ്റൻഡൻസ് മാർക്കർ അല്ലെങ്കിൽ ബയോമെട്രിക് സിസ്റ്റം സെല് ചെയ്യുന്ന ഒരു കസ്റ്റമറാണ്, ആ ഒരു ബിസിനസ്സാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെയും ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ HR മാനേജർ ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മാനേജർ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ ബിസിനസ് ഓണർ തന്നെയാവും. ആ ഒരു കാറ്റഗറി ആളുകളെയാണ് നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത്. അതല്ലാതെ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, റിസപ്ഷനിസ്റ്റ്, അങ്ങനെയുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സെറ്റ് ഓഫ് ആർഡർ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ജോബ് പ്രൊഫൈൽസിൻ്റെ ആവശ്യം വരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ കസ്റ്റമറിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. അക്കോർഡിംഗ് ടു യു, നിങ്ങളുടെ കസ്റ്റമറിന് നിങ്ങൾക്ക് ഒരു ഐഡിയൽ കസ്റ്റമർ ആരായിരിക്കും എന്ന് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ഡോക്ടറാണോ, ടീച്ചറാണോ, ഒരു സ്റ്റുഡൻ്റ് ആണോ, മ്യൂസീഷ്യനാണോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണം. അഗെയിൻ കമ്മിങ് ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് വരുവാണെങ്കിൽ നമുക്ക് എനിക്ക് ആ കസ്റ്റമറെ ഞാൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു മീ എനിക്ക് 2-3 രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഒന്ന്, സ്റ്റുഡൻസ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു ജോബ് സ്വിച്ചിങ്ങിന് വേണ്ടി നോക്കുന്നു അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കരിയർ നോക്കുന്ന ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്യാം. സ്റ്റുഡൻസ് എന്ന് പറയുന്ന കാറ്റഗറി ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് ഓണേഴ്സ് ഹു വാണ്ട് ടു
use the latest digital marketing techniques for the promotion of their products or services. അതല്ലെങ്കിൽ പ്രൊഫഷണൽസ് ദോസ് ഹു വാണ്ട് ടു എക്സൽ ഇൻ ദിയർ കരിയർ, കുറേ കൂടി ബെറ്റർ ജോബിൽ നോക്കുന്ന പ്രൊഫഷണൽസ് ആവാം. അപ്പം ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും എൻ്റെ ഐഡിയൽ കസ്റ്റമർ ആരായിരിക്കും എന്നുള്ളത് എനിക്ക് തന്നെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ ആഡ്സ് ഓഡിയൻസിനെ കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഓഡിയൻസിൻ്റെ എന്ത് ഇഷ്യൂ അല്ലെങ്കിൽ എന്ത് പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് അവരെ കൺവേ ചെയ്യാൻ സാധിക്കണം. അത് നമ്മുടെ ആഡിൽ കൂടി കൺവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡിയൻസ് പെർസോണ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ആ പ്രോബ്ലംസ് ലിസ്റ്റ് ചെയ്ത് നമ്മൾക്ക് സൊല്യൂഷൻസ് എഴുതണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആസ് എ മാർക്കറ്റർ നമ്മളുടെ ബിസിനസ് ക്ലയൻറ്റിൻ്റെ അടുത്ത് നമുക്ക് അവരോട് കൃത്യമായിട്ട് ചോദിക്കാൻ പറ്റണം എന്ത് പ്രോബ്ലമാണ് പർട്ടിക്കുലർ പ്രൊഡക്റ്റ് കൊണ്ട് അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ സർവീസ് കൊണ്ട് അവരുടെ ടാർഗറ്റ് ഓഡിയൻസിന് എന്ത് സൊല്യൂഷനാണ് ലഭിക്കുന്നത്, അവിടെ ഏത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നതെന്നുള്ള ലിസ്റ്റ് ചെയ്ത് കിട്ടുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോവിഡ്-19 കാലഘട്ടത്തിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഒരു ഫേസ്ബുക്ക് ആഡ് റൺ ചെയ്യാൻ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് സൈറ്റ് ഗ്രോസറി വെജിറ്റബിൾസ് റൺ ചെയ്യുന്ന ഒരു കൊമേഴ്സ് സൈറ്റ് ഫേസ്ബുക്ക് ആഡ് റൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആഡ് കൊടുക്കുന്ന സൊല്യൂഷൻ, അതായത് അവരുടെ ഫേസ്ബുക്ക് ആഡ് കൂടി അവർ സോൾവ് ചെയ്യുന്ന ഒരു സൊല്യൂഷനായിട്ട് പറയുക ഡെലിവറിങ് പ്രൊഡക്ട്സ് അറ്റ് ഡോർ സ്റ്റെപ്പ് ഡ്യൂറിങ് കൊറോണ, അല്ലെങ്കിൽ സ്റ്റേ ഹോം സ്റ്റേ സേഫ്. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കീവേഡ് ആയിരുന്നു, ഒരു ഹാഷ്ടാഗ് ആയിരുന്നു സ്റ്റേ ഹോം സ്റ്റേ സേഫ്. അപ്പോൾ ആ ഹാഷ്ടാഗ് ഉപയോഗിച്ചുകൊണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഹാഷ്ടാഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയുന്നു സ്റ്റേ ഹോം സ്റ്റേ സേഫ്, ഗെറ്റ് യുവർ പ്രൊഡക്ട്സ് ഡെലിവേർഡ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്സ്. അപ്പോൾ ഇതുപോലത്തെ അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന ആഡ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഡിഫൈൻ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ കാറ്റഗറി അവർ NRIs അല്ലെങ്കിൽ എക്സ്പാറ്റ്സ്, അതായത് വിദേശീയരുണ്ടാവുമോ, അല്ലെങ്കിൽ നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസ് ആണോ, അല്ലെങ്കിൽ NRKs ആണോ, നോൺ റെസിഡൻഷ്യൽ കേരളൈറ്റ്സ് ആണോ, ഇതുപോലുള്ള കാറ്റഗറിയിൽ വരുന്ന കസ്റ്റമേഴ്സ് ആണോ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കണം. അങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ദുബായ് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി ആണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു വില്ല ഡെവലപ്പറാണ്, ബിൽഡറാണ്. അവർ ടാർഗറ്റ് ചെയ്യുന്നത് ദുബായ്, മിഡിൽ ഈസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള മലയാളീസിനെ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ ആവശ്യമായിട്ട് വരും. മറ്റൊരു ഡിഫറൻസിയേഷൻ മാരിറ്റൽ സ്റ്റാറ്റസ് ആണ്. അത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ മാട്രിമോണിയൽ പോർട്ടൽസ്. ഇപ്പം അൺമാരീഡ് ആയിട്ടുള്ള ആളുകളെ മാട്രിമോണിയൽ പോർട്ടൽസ് ടാർഗറ്റ് ചെയ്യുന്നത് മെജോറിറ്റി അൺമാരീഡ് ആയിട്ടുള്ള 23 to ഒരു 28-29 ഏജ് ഗ്രൂപ്പുള്ളവരായിരിക്കും മെജോറിറ്റി വരിക. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ മാരിറ്റൽ സ്റ്റാറ്റസ് അറിയണം. അതുപോലെ തന്നെ ഈവൻ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, വിഡോസ്, ഇവരെയും ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതും നമുക്കറിയണമെങ്കിൽ അവിടെ മാരിറ്റൽ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ മാത്രമേ നമുക്ക് അവരെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ജുവലറീസ്, ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളെ ഇപ്പം നമ്മളുടെ അവിടെയും സ്റ്റാറ്റസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ജുവലറീസിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആൻസറാണ് ആ മാരിറ്റൽ സ്റ്റാറ്റസ് കൊണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ടെക്സ്റ്റൈൽസ്, നേരത്തെ പറഞ്ഞാൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ആളുകൾക്ക് മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ബ്രൈഡൽ ടെക്സ്റ്റൈൽസ് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ്. അല്ലെ ഡയമണ്ട് റിംഗ് ഫോർ ബ്രൈഡ്സ് ആൻഡ് ബ്രൈഡ് ഗ്രൂംസ്, അല്ലെ അങ്ങനെ നെക്ലസസ് ഫോർ ബ്രൈഡ്സ്. ഇങ്ങനെയുള്ള കസ്റ്റമൈസ്ഡ് ടാർഗറ്റഡ് ഫേസ്ബുക്ക് കാർഡ്സ് റൺ ചെയ്യണമെങ്കിൽ ഇവരുടെ മാരിറ്റൽ സ്റ്റാറ്റസ് നമ്മൾ ഡിഫൈൻ ചെയ്യും. അതുപോലെ തന്നെ ഡിഫൈൻ ചെയ്യുന്ന മറ്റൊരു ഏരിയയാണ് പേരൻറ്റിങ് മെത്തേഡ്സ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കിൻഡർ ഗാർഡനാണ് റൺ ചെയ്യുന്നത്. അവിടെ ഒരിക്കലും അവിടുത്തെ വരുന്ന എൻഡ് കസ്റ്റമർ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് കുട്ടികളാണെങ്കിൽ പോലും
നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് കുട്ടികളായിരിക്കില്ല, അവരുടെ പേരൻസ് ആയിരിക്കും. അതുപോലെ കിഡ് ഷോപ്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സ്, സ്കൂളുകൾ, ഇവിടെയൊക്കെ അവരുടെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും അതിൻ്റെ ടാർഗറ്റ് ഓടിയുന്ന ഒരു മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് പേരൻസിനെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡെഫിനേഷൻ കിട്ടണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ കസ്റ്റമറിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അതുപോലെ തന്നെ നമ്മളുടെ കസ്റ്റമർ ഏത് കാറ്റഗറിയിൽ, അവരെ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന അവരുടെ ട്രേറ്റ്സ് എന്താണ്, അവരുടെ സ്വഭാവങ്ങൾ ഏതാണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫൺ ലവിങ് ആണ്, അല്ലെങ്കിൽ പ്രൊഫഷണലാണ്, ഫാമിലി ഓറിയൻറ്റഡ് ആണ്. ഇങ്ങനെയുള്ള അവരുടെ കസ്റ്റമറിൻ്റെ ഹാബിറ്റ്സ് അല്ലെങ്കിൽ ട്രേറ്റ്സിനെ ബേസ് ചെയ്തിട്ട് ചില ഫേസ്ബുക്ക് ആഡ്സ് നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. ഇതൊന്നും എല്ലാ ഫേസ്ബുക്ക് ആഡ്സിനും ഇത് ആപ്ലിക്കബിൾ ആകണമെന്ന് നിർബന്ധമില്ല. നമ്മൾ റൺ ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്, ഏരിയ, ഇങ്ങനെ പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഇതിൽ ചിലപ്പം എല്ലാം ആവശ്യം വരും. ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ആൻസേഴ്സും ആവശ്യമായിട്ട് വരും, ചിലപ്പോൾ എല്ലാം ആവശ്യമല്ലാതെ വരും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ഇത് ജനറലൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എങ്ങനെ നമ്മളൊരു കസ്റ്റമറെ നമുക്ക് എങ്ങനെ, ഒരു ഐഡിയൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മളൊരു ഫേസ്ബുക്ക് ആഡ് ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഐഡിയൽ കസ്റ്റമർ എന്നുള്ളത് ആരാണ്, അത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഡോക്ടറാണോ, ടീച്ചറാണോ, സ്റ്റുഡൻ്റ് ആണോ, മ്യൂസിഷ്യനാണോ, ഇങ്ങനെയൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമുക്കൊരു ഓഡിയൻസ് പെർസോണ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് ആൻസറുകൾ കിട്ടേണ്ട ക്വസ്റ്റ്യനുകളാണ് ഞാനിവിടെ ഡിഫൈൻ ചെയ്തത്. അപ്പം ഈ ഓഡിയൻസ് പെർസോണ എങ്ങനെയാണ് എന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഈ നേരത്തെ പറഞ്ഞ, കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ ബ്രാൻഡ് പെർസോണയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഓഡിയൻസ് പെർസോണയും, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം ഒരു കാര്യം കൂടിയുണ്ട്, ഓഡിയൻസ് ബക്കറ്റ്. ഈ ഓഡിയൻസ് പെർസോണയെ ബേസ് ചെയ്തിട്ട് ഓഡിയൻസ് പെർസോണ ബക്കറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഈ ഓഡിയൻസ് ബക്കറ്റും കൂടി ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ആഡ്സിൻ്റെ റൺ ചെയ്യുന്ന ലൈവ് എക്സാമ്പിളിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം ഈ ഓഡിയൻസ് പെർസോണ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഓഡിയൻസ് ബക്കറ്റാണ്. ഹോപ്പ് യു ഹാഡ് എൻജോയ്ഡ് ദിസ് സെഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് പോസ് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയാണോ കൺഫ്യൂഷൻ വരുന്നത് അവിടെ വീണ്ടും റിവൈൻഡ് ചെയ്ത് കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ് ഇത് രണ്ടും, അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. ഈ ബ്രാൻഡ് പെർസോണയും ഓഡിയൻസ് പെർസോണയും നിങ്ങൾ ആസ് എ ഫേസ്ബുക്ക് മാർക്കറ്റർ നിങ്ങളുടെ ഒരു കരിയർ എന്നുള്ള ലെവലിൽ ഇതിൽ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിലും, അതല്ല നിങ്ങളുടെ ഓൺ പർപ്പസിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നതെങ്കിലും, ഈ ക്വസ്റ്റ്യൻസ് ജനറലൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് രണ്ടും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വയ്ക്കുക. ഈ ക്വസ്റ്റ്യൻസ് ജനറലായിട്ട് എല്ലാവരോടും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്കൊരു സക്സസ്ഫുൾ ഫേസ്ബുക്ക് ആഡ്സ് റൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഈ രണ്ട് സെഷനും വളരെ സീരിയസോടുകൂടി തന്നെ നിങ്ങൾ നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ലെസണിൽ നമ്മൾ ഓഡിയൻസ് ബക്കറ്റ് ഡിസ്ക്രൈബ് ചെയ്യും. സോ താങ്ക് യു.